സൽക്കർമ്മങ്ങൾ ചെയ്ത് പ്രാക്ടീസ് നേടിയ നാം ചൂടാറുന്നതിന് മുമ്പ് തന്നെ, അഥവാ ആ പുണ്യ ദിവസത്തോട് വിടവാങ്ങി താമസിക്കുന്നതിന് മുമ്പ് തന്നെ ആ ചെയ്തുകൊണ്ടിരുന്നതായ സൽക്കർമ്മങ്ങൾ എന്നിട്ട് ചില ഇനങ്ങളെ നാം തുടർച്ചയായി ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അതിൽ വീഴ്ച വരുത്തുന്നുള്ള ആളാണെങ്കിലും ഉള്ളവരാണെങ്കിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നാം ചെയ്യേണ്ട കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് നിർബന്ധ കാര്യങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കുക. അഥവാ പലരും റമദാനിലാകുമ്പോൾ മറ്റു മാസങ്ങളിൽ 5 വക്ത് നമസ്കാരം കൃത്യമായി പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താറില്ലാത്തവരുണ്ടായിരുന്നു. അവരൊക്കെ റമദാൻ മാസത്തിൽ കൃത്യസമയത്ത് തന്നെ പള്ളിയിലേക്ക് എത്താൻ വേണ്ടി ഫസ്റ്റ് സഫിൽ തന്നെ നമസ്കരിക്കാൻ വേണ്ടി പാടുപെട്ടവരെ നാം കണ്ടു. അപ്പോൾ ആ ചാൻസ് ലഭിക്കും കരുത്തുണ്ടെങ്കിൽ എന്നത് അവരുടെ പ്രവർത്തനം കുറിച്ചു. അവർക്കത് സാധിച്ചില്ലേ? എന്തുകൊണ്ട് സാധിച്ചു? കരുത്തുണ്ടായത് കൊണ്ട് സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി നമുക്ക് കളമൊരുക്കി തന്നല്ലോ എന്നൊക്കെ പറഞ്ഞേക്കാൻ സാധ്യതയുണ്ടെങ്കിലും ആ കളമൊരുക്കി തന്നതായ റബ്ബുൽ ഇസ്സത്ത് തന്നെ നമ്മളോട് പിശാച് വളരെ ശേഷികെട്ട ആളാണ് നിങ്ങളുടെ മുമ്പിൽ. ശൈത്താന്റെ കൈതെന്താണ്? ഇന്ന കൈത ശൈത്താനി കാന ലൈഫ. സത്യവിശ്വാസി അങ്ങനെയാണ് പഠിച്ചു വെച്ചത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ ആണെങ്കിലും അല്ലാത്ത മാസമാണെങ്കിലും പൈശാചിക ശല്യം അവൻ്റെ മുമ്പിൽ ഒരു വിലയുമുള്ളതല്ല. അതിനെക്കുറിച്ച് വളരെ ശേഷികെട്ട അവൻ്റെ കുതന്ത്ര മന്ത്ര തന്ത്രം വളരെ ശേഷികെട്ടതാണ് എന്നാണ് അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നത് പൈശാചിക ശല്യത്തെക്കുറിച്ച്. അങ്ങനെയുള്ള പിശാച് അറസ്റ്റിലല്ലേ എന്ന് പറഞ്ഞേക്കാം. അല്ല, അറസ്റ്റിലാണെങ്കിലും അല്ലെങ്കിലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കരുത്തുണ്ടെങ്കിൽ അവൻ്റെ ദേഹിച്ചോട് മല്ലിടാൻ, അവൻ്റെ നഫ്സിനോട് മല്ലിടാൻ, അവൻ്റെ ആഗ്രഹങ്ങളോട് മല്ലിടാൻ അവന് സാധിക്കും എന്നത് റമദാൻ കുറിച്ചതായ യാഥാർത്ഥ്യമാണ്. അത് നടപ്പാക്കാൻ വേണ്ടി പാടുപെട്ടാൽ മതി, നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ മതി. വരുന്നതായ 11 മാസത്തിലും അതാണ് യഥാർത്ഥത്തിൽ റമദാൻ പഠിപ്പിച്ചതായ ആ ട്രെയിനിങ്ങിൽ കൂടി തന്നെ തുടർന്ന് പോവുക എന്നത്. അത് പലരും നാം കണ്ടതുപോലെ റമദാൻ മാസത്തോട് വിടവാങ്ങി പെരുന്നാൾ രാവിലെയായി. അല്ല, രാവിലെ ആവണ്ട, പെരുന്നാൾ രാത്രിയാകുന്ന റമദാൻ. ഇന്നത്തെ ഈ കൊല്ലത്തിൽ അങ്ങനെ സംഭവിച്ചത്. എങ്ങനെ? മഗ്‌രിബ് ആവുമ്പോൾ തന്നെ എല്ലാവർക്കും അറിഞ്ഞു എന്ത് റമദാനോട് നാം വിടവാങ്ങി. 29 ആണെങ്കിൽ അങ്ങനെ സംഭവിക്കൂലല്ലോ. പെരുന്നാൾ വരാനും വരാതിരിക്കാനും അങ്ങനെ സംശയം ഉണ്ടാകും. ഇക്കൊല്ലം അങ്ങനെയല്ല. ഇക്കൊല്ലം 30 പൂർത്തിയാക്കി. 30 പൂർത്തിയാക്കിയപ്പോൾ എന്തായി? മഗ്‌രിബ് പുതിയ മാസം അല്ലേ? ആ പുതിയ മാസം വന്നപ്പോൾ തന്നെ മഗ്‌രിബിന് ജമാഅത്തിന് എത്തിയില്ല. അതാണ് സംഭവിച്ചത്. പലരിലും എണ്ണം കുറഞ്ഞു, നിസ്കരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. ഇശാവുമ്പോൾ പിന്നെ പറയേണ്ടതുമില്ല. ഇത് യഥാർത്ഥത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചീത്ത പറയും പോലെ മൂപ്പര് പറഞ്ഞതല്ലേ, ബിസൽ ഖൗമുഹും, എന്തോ ഒരു ഗതികെട്ട സമൂഹമാണ് അവർ. മാ അറഫുല്ലാഹ ഇല്ലാ ഫി റമദാൻ, റമദാനിലല്ലാതെ അള്ളാഹ് അവർക്ക് പരിചയമില്ലേ? റമദാനിലല്ലാതെ അള്ളാഹ് അവർക്ക് പരിചയമില്ലേ? ബിസൽ, ബിസ എന്ന് പറഞ്ഞാൽ ഗതികെട്ടവർ, അവര് കൊള്ളരുതാത്തവര്. അപ്പോൾ ചീത്ത പറയും പോലെയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആരെക്കുറിച്ച് വിശേഷിപ്പിച്ചത്? റമദാൻ മാസത്തിൽ മാത്രം സൽക്കർമ്മങ്ങൾ ചെയ്ത് റമദാൻ വീട് വാങ്ങിയപ്പോൾ തന്നെ പെരുന്നാളിന് കുളിക്കാണോലോ, സ്വബഹസ്കാരം നടക്കാണ്, കുളിക്കാണ്. എന്തിന്? സുന്നത്തിനൊരുങ്ങാൻ വേണ്ടി. വിഡ്ഢി, അതിനേക്കാളും വല്ല വിഡ്ഢിത്തരം വേറെ ഉണ്ടോ? സുന്നത്ത് നിസ്കരിച്ചില്ലെങ്കിൽ തന്നെ വല്ല തെറ്റുമുണ്ടോ? പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുത്തില്ലെങ്കിൽ തെറ്റുണ്ടോ? സ്വബഹസ്കാരത്തിലോ പങ്കെടുത്തില്ലെങ്കിൽ തെറ്റുണ്ട്. അത് വാജിബാണ് എന്ന അഭിപ്രായമുണ്ട് ജമാഅത്തോടു കൂടി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. ആ ജമാഅത്ത് ഒഴിവാക്കിയിട്ട് കുളിക്കാണ് പോലും. കുളിയും സുന്നത്ത്, നിസ്കാരവും സുന്നത്ത്, പെരുന്നാളിൽ പങ്കെടുക്കലും സുന്നത്ത്, ഇതൊക്കെ ആക്കിയിട്ട് ഫർളായ വാജിബായ ആ സുബഹ് നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയവരെയും നാം കണ്ടു. അറിവുകേടും അറിവില്ലായ്മയും ജഹാലത്തൊക്കെയാണ് എന്ന് പറയും. ഇന്നത്തെ യുഗത്തിൽ അങ്ങനെ പറഞ്ഞ് കൈമർത്താൻ പറ്റുന്ന യുഗമല്ല. ഇന്ന് മാരിഫത്തുകള്, വിജ്ഞാനങ്ങൾ പൊട്ടിത്തെറിച്ച യുഗമാണ്. പൊട്ടിത്തെറിക്കേണ്ടല്ലോ, പൊട്ടിത്തെറിച്ച എല്ലാവരിലേക്ക് എത്താണല്ലോ. എല്ലാവരുടെ അടുക്കലും വാട്സാപ്പ്, എല്ലാവരുടെ അടുക്കലും സത്യം അല്ലെങ്കിൽ അസത്യം മനസ്സിലാക്കാനുള്ള മാധ്യമങ്ങൾ. പണ്ടുള്ള പോലെയല്ലല്ലോ ഇന്നത്തെ യുഗം. അതുകൊണ്ട് ഇന്നത്തെ യുഗത്തിൽ വാട്സാപ്പിൽ നമുക്ക് എല്ലാ ഗ്രൂപ്പുകളിലും എന്തുണ്ട്? പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്, വായനക്കാരുണ്ട്, എല്ലാ ഇനത്തിൽപ്പെട്ടവരും എന്തിലുണ്ട്? ഗ്രൂപ്പുകളിലുണ്ട്. വേണ്ടത് ചോദിക്കാം, വേണ്ടത് പഠിക്കാം, വേണ്ടത് അറിയാം. നീ ചോദിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ മറുപടി കേൾക്കാം. വല്ല ഒഴിവുകിഴിവ് പറയാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ ഉദ്ർ പറയാൻ എനക്കും നിങ്ങൾക്കും സാധിക്കുമോ ഈ വാട്സാപ്പ് യുഗത്തിൽ ജീവിച്ച ശേഷം? ഇല്ല.
അതുകൊണ്ട് എന്ത് വാജിബ്, എന്ത് ഫർള്, എന്ത് സുന്നത്ത് എന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്ഥിരമായി മുന്നോട്ട് പോകണം എന്നതായ അള്ളാഹിന്റെ ശൈലി, റസൂലുള്ളാഹിന്റെ ശൈലി. ഈസ നബി അലൈഹി ഇസ്ലാം ആദ്യമായിട്ട് ലോകത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ പദങ്ങൾ അള്ളാഹ് നമുക്ക് പരിചയപ്പെടുത്തിയില്ലേ? എവിടേത്? മറിയമിൽ അല്ലേ? സൂറത്ത് മറിയമിൽ. എന്താണത്? ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ, എനിക്ക് ഗ്രന്ഥം നൽകാൻ പോകുന്നുണ്ട്, നൽകിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ നൽകാൻ പോകുന്നത് അടുത്തായത് കൊണ്ടാണ് ആ ശൈലി അള്ളാഹ് ഉപയോഗിച്ചത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ, എന്നെ ദൂതനാക്കിയിട്ടുണ്ട്. വജഅലനി മുബാറക, എന്നെ പവിത്രതയുള്ള ആളാക്കിയിട്ടുണ്ട്. ഐനമാ കുന്തു, എവിടെയാണെങ്കിലും. വൗസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. മനസ്സിലായില്ലേ? ആകാശത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും അദ്ദേഹം പവിത്രതയുള്ള മനുഷ്യനാണ്. ആകാശത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും അദ്ദേഹം കൃത്യമായി എന്ത് ചെയ്യുന്നു? സലാത്ത്, നമസ്കാരം നിർവഹിച്ചു കൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ ആകാശത്തിന് സക്കാത്തിന്റെ ആവശ്യമില്ല, ഇവിടെയാണെങ്കിൽ സക്കാത്തിന്റെയും ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? അതേ ചേഞ്ച് ഉള്ളൂ. എന്നാൽ അവിടെ പഠിപ്പിക്കുന്നത് എന്താണ്? മാതുംതു ഹയ്യ. അപ്പോൾ നിസ്കാരം ഒരു പ്രത്യേക ടൈമിൽ നമസ്കരിച്ചു കൂട്ടി റമദാൻ ഒഴിവാകുമ്പോൾ പൂട്ടി വെക്കേണ്ടതല്ല, മുസല്ല പൂട്ടി വെക്കേണ്ടതല്ല, മുസ്ഹഫ് പൂട്ടി വെക്കേണ്ടതല്ല, നമസ്കാരം പൂട്ടി വെക്കേണ്ടതല്ല. പിന്നെയോ നീ അള്ളാന്റെ അടിമയായിരിക്കവേ, അവന്റെ അനുഗ്രഹം നിന്നിലേക്ക് ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കവേ, നിന്നിൽ ആത്മാവുണ്ടായിരിക്കവേ, നിനക്ക് വിവേകമുണ്ടായിരിക്കവേ, നീ അള്ളാന്റെ അടിമയാണ്, ദാസനാണ്, ദാസിയാണ്. അവന്റെ കൽപ്പന അനുസരിച്ചിട്ട് ജീവിച്ചു കൊണ്ടേ ഇരിക്കണം. അതിൽ നീ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല എന്ന ആ നിർബന്ധമായ ആ ബാധ്യതയുടെ ഭാഗം നാം നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് റമദാനിലും അല്ലാത്ത മാസത്തിലും വേർതിരിക്കാതെ റമദാനിൽ അല്ലാഹനെ ആരാധിച്ചതുപോലെ, അവന്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയതുപോലെ, കണ്ണിനെ, കാതിനെ, നാവിനെ സൂക്ഷിച്ചതുപോലെ റമദാൻ അല്ലാത്ത മാസത്തിലും അത് നമ്മെ സൂക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും എന്നതാണ് പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ അള്ളാഹു പറയുന്ന ശരിയുണ്ട് ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക. എന്നിട്ട് അള്ളാഹ് പറയുകയാണ്, നിങ്ങൾ മരണപ്പെട്ടു പോകരുത് മുസ്ലിങ്ങളായിട്ടല്ലാതെ മരണപ്പെടരുത് എന്ന് അള്ളാഹ് നമ്മളോട് കൽപ്പിക്കുമ്പോൾ മുസ്ലിങ്ങളായിട്ട് തന്നെയായിരിക്കണം ജീവിക്കേണ്ടത് എന്ന കൽപ്പന മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളായി നിങ്ങൾ ജീവിച്ചാൽ മുസ്ലിങ്ങളായി അള്ളാഹ് മരിപ്പിക്കുമെന്ന് പറയും പോലെ ഒക്കെ വ്യക്തമാണ് ആയത്തിൽ നിന്നിട്ട്. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് പറയുന്നത് ഏത് റബ്ബാണ്? നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് തന്നെയായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് ദശക്കണക്കിൽ പ്രാവശ്യം ഖുർആന്റെ ഒരറ്റ മുതൽ മറ്റേ വരെ കൽപ്പിച്ച ശേഷമാണ് 152 തവണയാണ് മുത്തഖീങ്ങളാവണമെന്നുള്ള കൽപ്പിച്ചത്. ആ പദപ്രയോഗം ഖുർആൻ നടത്തിയത്. എന്നിട്ടാണ് പറയുന്നത്, അപ്പോൾ നിങ്ങൾ എന്ത് വേണം? മുസ്ലിങ്ങളായിട്ട് തന്നെ മരിക്കാൻ പരിശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളായി ജീവിച്ചാൽ മുസ്ലിങ്ങളായിട്ട് നിങ്ങളെ ഞാൻ മരിപ്പിക്കാമെന്ന് പറയും പോലെ അപ്പോൾ നാം മുസ്ലിങ്ങളായി മരിക്കണമെന്ന് ബുദ്ധിയുള്ളവരല്ലേ? അതെ, ആണ്. അപ്പോൾ എന്ത് വേണം? നാം ജീവിക്കുമ്പോൾ റമദാനിൽ മാത്രം പോരാ ഖുർആൻ പാരായണം, റമദാനിൽ മാത്രം പോരാ സൽക്കർമ്മം, റമദാനിൽ മാത്രം പോരാ രാത്രി ഹയാത്താക്കൽ. സുബ്ഹാനല്ലാഹ്, രാത്രി ഹയാത്താക്കാന്ന് പറയുന്ന പ്രധാനപ്പെട്ട അമലുണ്ടല്ലോ, എന്നും സലഫ് സാലിഹ്യങ്ങൾ ചെയ്ത, എന്നും നമ്മുടെ നേതാവായ കണ്ണിലുണ്ണിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ആ രാത്രി ഹയാത്താക്കുക എന്ന പദ്ധതി ഇന്നത്തെ മുസ്ലിം ലോകത്തിൽ ബഹുഭൂരിപക്ഷം റമദാനിൽ മാത്രമാണ് വിത്ർ വരെ നമസ്കരിച്ചത് റമദാനിൽ മാത്രമാണ്. വിത്ർ റസൂലുള്ളാഹ് യാത്രയിൽ വരെ ഒഴിവാക്കാത്ത നമസ്കാരമാണ്. അതുവരെ റമദാനിൽ മാത്രം കാട്ടിക്കൂട്ടിയവർ നമ്മുടെ കൂട്ടത്തിൽ പലരും, നിങ്ങളെക്കുറിച്ചല്ല, ശബ്ദം കേൾക്കുന്നവരിലെല്ലാം, റമദാൻ കൊണ്ടാടിയവരിലെല്ലാം ധാരാളം പേര് അങ്ങനെയുള്ളവരുണ്ടാവാം. ശ്രദ്ധിക്കുക, യഥാർത്ഥത്തിൽ ഓരോ സാധനത്തിനുള്ള സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് രാത്രിയുടെ അവസാനത്തെ ഭാഗത്തിൽ ഇറങ്ങുമെന്ന ഹദീസൊക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ അല്ലേ? സഹീഹിലാണ്, ബുഖാരിയിലാണ്, മുസ്ലിമിലാണ് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദാത്തിനോടും അളമത്തിനോടും ജലാലിനോടും യോജിക്കുന്ന രൂപത്തിൽ രാത്രിയുടെ അവസാനത്തെ മൂന്നാമത്തെ ഭാഗത്തിൽ ഇറങ്ങിയിട്ട് അല്ലാഹു പറയും, ഹൽ മിൻ സായിരിൻ, ചോദിക്കുന്നവരെന്നോട് ചോദിച്ചോട്ടെ, ഫഉഅതിയഹു സൂല, അവന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാം. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ല, ആരുണ്ട് പൊറുക്കല്ല ചോദിക്കുന്നവർക്ക് ഞാൻ പുറത്തു കൊടുക്കാം.
ഇങ്ങനെയുള്ളതായ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ ആ വിശാലമായ അനുഗ്രഹത്തെ ചൊരിഞ്ഞുകൊണ്ടുള്ളതായ ചോദ്യങ്ങൾ ചോദിക്കുന്ന എല്ലാ രാത്രികൾ നമ്മുടെ മുമ്പിൽ എല്ലാ 360 ദിവസത്തിലും വിട്ടുകിടക്കുന്നു. അത് റമദാനിൽ മാത്രമല്ല അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ നാം ആ റമദാനിൽ മാത്രം ചെയ്തതായ സൽക്കർമ്മം മറ്റു മാസത്തിലേക്കും മറ്റു ദിവസങ്ങളിലേക്ക് നീക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ കൂട്ടിച്ചേർത്താൽ മതി. റമദാനിൽ കാട്ടിയതുപോലെ ചുരുങ്ങിയാൽ ഒരു 3 റക്അത്ത്, 5 റക്അത്ത്, 7 റക്അത്ത്, 11 റക്അത്ത് അല്പാൽപമായി അതിൻ്റെ ഫോഴ്സ് കൂട്ടി, അതിന് ശക്തി കൂട്ടി, ഖുർആനിന്റെ ആയത്തുകൾ ഓതുന്ന ഇനങ്ങൾ വർദ്ധിപ്പിച്ച് അങ്ങനെ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പാടുപെടുക. അപ്പോൾ റമദാൻ കഴിഞ്ഞ ഉടനെയാകുമ്പോൾ ആ പരിശ്രമം നടത്തുകയാണെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൂടുതലായി ലഭിക്കും. അതുകൊണ്ട് അതിൽ പിന്നിലാവരുത് എന്നത് വീണ്ടും മടക്കി പറയുന്നു. അപ്പോൾ മനുഷ്യൻ മരണം വരേക്കും ഇവിടെ മുദാവമത്ത് വേണം, സ്ഥിരമായി അമൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. റമദാനിൽ മാത്രം പരിമിതമല്ല, എപ്പോഴും. ഇദാ മാത ഇബ്നു ആദമ ഇൻഖത അമലുഹു, മനുഷ്യൻ മരിക്കുന്നവരെ അമല് ഇവിടെ സ്ഥിരമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴാ മുറിയ? ഇതാ മാതബുനു ആദം മരണം വരെ ആരാധിക്കുക. അതുകൊണ്ട് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ അമലുകൾ കട്ടായി. ഇതാ മാതബുനു ആദമ, ആദമിന്റെ സന്തതി മരിച്ചു കഴിഞ്ഞാൽ ഇൻഖത അമലുഹു, അവന്റെ സർവ്വ അമലുകൾ സ്റ്റോപ്പായി. റസൂൽ പറയാണ്, സഹിഹായ ഹദീസാണ്. ഇല്ലാ മിൻ സലാസ്, 3 ഒഴിച്ച്. ആ 3 എന്തൊക്കെയാണ്? സദഖത്തുൻ ജാരിയ, നടക്കുന്ന ചലിക്കുന്ന സദഖ. മദ്രസ പോലത്തെ, യതീംഖാന പോലത്തെ, പള്ളി പോലത്തെ ചലിക്കുന്ന എപ്പോഴും സ്ഥിരമായി പോകുന്ന സദഖ, അല്ലെങ്കിൽ കിണർ പോലത്തെ. ഇവിടെ ഉപയോഗിച്ചു പോയി, എന്നാൽ അതിന്റെ കൂലിയും അവന് ലഭിക്കും. മനസ്സിലായില്ലേ? ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, സദഖത്തുൻ ജാരിയ ഔ ഇൽമുൻ യൻതഫിഉ ബിഹി, അല്ലെങ്കിൽ അവൻ ഒരു പണ്ഡിതനായിരുന്നു, അവനുള്ള അറിവ് പണ്ഡിതനല്ലെങ്കിലും അവൻ പഠിച്ച അറിവ് അവന് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാടുപെടുന്നു. അങ്ങനെ ജനങ്ങൾ ആ അമലുകൾ പഠിച്ച്, ജനങ്ങൾ അവനിൽ നിന്നിട്ട് അമലുകൾ പഠിച്ചവർ പഠിപ്പിച്ചവർ അങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ മൂപ്പർക്ക് കൂലി കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഔ വലദുൻ സാലിഹുൻ യദ്ഉ ല, അല്ലെങ്കിൽ അവൻ വാർത്തെടുത്ത അവന്റെ സാലിഹായ കുട്ടി, അവനെ വളർത്തിയ അവന്റെ സാലിഹായ സന്താനം, അവനും എന്ത് ചെയ്യും? ഇവന് ഫലം കിട്ടും. അപ്പോൾ അതെന്തല്ല, മനുഷ്യന്റെ അമൽ നിട്ട് പുറത്ത് ഉള്ളതല്ല, അവന്റെ അമലാണത്. അവന്റെ അമലാണ്. നിങ്ങൾ ഈ കേട്ട 3 ആരുടെ അമലാണ്? മരിച്ചവന്റെ അമലാണത്. മരിച്ചവനാണ് കുട്ടിയെ വളർത്തിയത്, മുസ്ലിമാക്കി. തോന്നിവാസങ്ങളും അനാചാരങ്ങളും നെറ്റിൽ കൂടി വരുന്ന അന്ധവിശ്വാസങ്ങളിലും വ്യതിചലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നിലക്കുള്ള ചുറ്റുപാട്, അന്തരീക്ഷം, വിജ്ഞാനം അവന് ഉണ്ടാക്കി കൊടുത്തതാരാണ്? ഈ വാപ്പയാണ്. അതുകൊണ്ട് തന്നെ വലദുൻ സാലിഹുൻ യദ്ഉ ലഹ്, അവന് പ്രാർത്ഥിക്കുന്ന കുട്ടി അവനുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പ്രാർത്ഥന ആ വാപ്പാക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ കുട്ടികൾ എന്ത് വേണം? വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കണം എന്നതും അതിൽ നമുക്ക് സൂചനയുണ്ട്. അതുപോലെ തന്നെ അവൻ ചെയ്ത ധർമ്മം അവന്റെ അമലാണ്. അപ്പോൾ അവന്റെ അമലാണ് അവന് ലഭിക്കുന്നത് എന്നതുകൂടി അതിൽ നിന്നിട്ട് മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത്, മനുഷ്യൻ മരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? അവൻ്റെ അമലുകൾ കട്ടാവുക. അപ്പോൾ മരിക്കുന്നത് വരെ നാം ഇവിടെ കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. ഇതുവരെ പറഞ്ഞതിനെ അള്ളാഹു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ.